ഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധം. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന തിരക്കേറിയ ആനന്ദപുരി പട്ടണത്തിൽ മായ എന്ന യുവതി ജീവിച്ചിരുന്നു. മായ അവളുടെ ഊർജ്ജസ്വലമായ ചൈതന്യം ഉണ്ടായിരുന്നിട്ടും വിഷമയമായ ഊർജത്താൽ സ്വയം കുടുങ്ങിയതായി കണ്ടെത്തി. മാർഗനിർദ്ദേശം തേടി അവൾ ജ്ഞാനിയായ സെൻഗുരു ദേവനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പുരാതന വനങ്ങളുടെ ശാന്തതയെ പിടിച്ചു നിർത്തിയിരുന്നു. ഗുരുദേവൻ വിഷലിപ്തമായ ആളുകളുമായി ഇടപഴകുന്ന കലയെക്കുറിച്ച് അഗാധമായ ജ്ഞാനം നൽകാൻ തീരുമാനിച്ചു. അത് മായയുടെ ഹൃദയത്തിൻ്റെ ഇടനാഴികളിലൂടെ പ്രതിധ്വനിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. 1. വിഷാംശം തിരിച്ചറിയൽ. ഗുരുദേവ് മായയെ ശാന്തമായ മുളങ്കാടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിഷസ്വാധീനങ്ങൾ തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. മായ മാസ്റ്റർ തുടങ്ങി. വിഷമയമായ ആളുകളെ നേരിടാൻ നിങ്ങൾ ആദ്യം അവരെ തിരിച്ചറിയാൻ പഠിക്കണം. ഒരു തോട്ടക്കാരൻ കളകളെ പരിപാലിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിൻ്റെ ഊർജം ചോർത്തിക്കളയുന്നവരെ തിരിച്ചറിയുക. മായ പുതിയ അവബോധത്തോടെ അവളുടെ ഇടപെടലുകളിൽ വിഷാംശത്തിൻ്റെ സൂക്ഷ്മമായ അടയാളങ്ങൾ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും പ്രതിജ്ഞയെടുത്തു. 2. അതിരുകൾ ക്രമീകരിക്കുക. ഒരു പുരാതന വേപ്പുമരത്തിൻ്റെ തണലിൽ അതിരുകൾ നിശ്ചയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗുരുദേവ് ഊന്നി പറഞ്ഞു. മായെ നിങ്ങളുടെ ഹൃദയത്തിനു ചുറ്റും വിശുദ്ധ ഇടം സ്ഥാപിക്കുക. അതിരുകൾ മതിലുകളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്ന കവചങ്ങളാണ്. നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നതിന് മാത്രം അനുവദിക്കുക. നിങ്ങളുടെ പ്രകാശം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഊർജങ്ങളെ അകറ്റുക. സ്വന്തം ക്ഷേമം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മായ കൃപയോടും ദൃഢതയോടും അതിരുകൾ നിശ്ചയിക്കുന്ന കലയെ സ്വീകരിച്ചു. 3. ആന്തരിക ശക്തി വളർത്തുക. അവർ നദീതീരത്തുകൂടെ നടക്കുമ്പോൾ ഗുരുദേവ് ആന്തരിക ശക്തി വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. മായ വിഷലിപ്തരായ ആളുകൾ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. ഒരു ആൽമരത്തിൻ്റെ ദൃഢമായ വേരുകൾ പോലെ നിങ്ങളുടെ കാതൽ ശക്തിപ്പെടുത്തുക. അവരുടെ നിഷേധാത്മകത കടന്നുപോകുന്ന കൊടുങ്കാറ്റുകൾ പോലെയാകട്ടെ, അത് നിങ്ങളെ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാക്കും. സാമ്യതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മായ മനസാന്നിധ്യത്തിലൂടെയും സ്വയം സ്നേഹത്തിലൂടെയും അവളുടെ ആന്തരിക ശക്തിയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു യാത്ര ആരംഭിച്ചു. 4. പ്രതികരിക്കുന്നില്ല. ധ്യാനത്തിൻ്റെ നിശബ്ദതയിൽ ഗുരുദേവൻ മായയെ പ്രതികരണത്തേക്കാൾ പ്രതികരിക്കാതിരിക്കുന്നതിൻ്റെ കലയിലേക്ക് നയിച്ചു. മായ വിഷബാധയെ അഭിമുഖീകരിക്കുമ്പോൾ സമചിത്തതയോടെ പ്രതികരിക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ ജ്ഞാനത്തിൽ വേരൂന്നിയതായിരിക്കട്ടെ. ആവേശകരമായ പ്രതികരണമല്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വിഷാംശത്തെ നിരായുധമാക്കുകയും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൻ്റെ ശാന്തത നിലനിർത്തുകയും ചെയ്യുന്നു. ചിന്താപരമായ പ്രതികരണത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ മായ പ്രതികരിക്കുകയല്ല, പ്രതികരിക്കാതിരിക്കുക എന്നതാണ് കലയായി പരിശീലിച്ചത്. 5. പോസിറ്റിവിറ്റി തിരഞ്ഞെടുക്കൽ. ശാന്തമായ ധ്യാനസ്ഥലത്ത് വിഷബാധയെ പ്രതിരോധിക്കാനുള്ള താക്കോൽ ഗുരുദേവ് പങ്കിട്ടു. പോസിറ്റിവിറ്റി തിരഞ്ഞെടുക്കൽ. മായ നിഷേധാത്മകതയ്ക്കുള്ള മറുമരുന്നാണ് പോസിറ്റിവിറ്റി. പ്രകാശം പരത്തുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും വളർത്തിയെടുക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം പരിരക്ഷിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ വെളിച്ചമായി മാറുകയും ചെയ്യുന്നു. പോസിറ്റിവിറ്റി നിറഞ്ഞ ഹൃദയത്തോടെ തൻ്റെ ഊർജത്തിന് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാനും ഉയർത്താനും കഴിയുമെന്ന് മായ മനസ്സിലാക്കി. ഗുരുദേവ് ഉപദേശങ്ങൾ ഉപസംഹരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മായ വിഷാംശം തിരിച്ചറിഞ്ഞ് അതിരുകൾ നിശ്ചയിച്ച് ആന്തരിക ശക്തി വളർത്തിയെടുക്കുന്നതിലൂടെ ചിന്താപൂർവം പ്രതികരിക്കുന്നതിലൂടെ പോസിറ്റിവിറ്റി തിരഞ്ഞെടുത്ത് ജീവിതത്തിൻ്റെ പ്രവാഹങ്ങളെ കൃപയോടും സഹിഷ്ണുതയോടും കൂടി സഞ്ചരിക്കാൻ നിങ്ങൾ സ്വയം പ്രാപ്തരാക്കുന്നു. വിഷലിപ്തമായ ആളുകളുമായി ഇടപഴകാനുള്ള ജ്ഞാനം കൊണ്ട് സജ്ജയായ മായ മുന്നോട്ടുള്ള യാത്രയിൽ തന്നെ നന്നായി സേവിക്കുന്ന മാർഗനിർദ്ദേശത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ മുളങ്കാടിനെ ഉപേക്ഷിച്ചു. If you love to watch this video, you can like, share and subscribe.